2024 ജൂൺ മാസം 4-ാം തീയതി എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമായിട്ടാണ് മാറിയിരിക്കുന്നത്. രാജ്യത്തെ ജനാധിപത്യ മതേതര സംവിധാനമൊക്കെ ഭരണഘടനാനുസൃതമായ രീതിയിൽ ഇനിയും നിലനിൽക്കും എന്നതിനെ അടയാളപ്പെടുത്തുന്ന ദിവസമാണ് യഥാർത്ഥത്തിൽ ജൂൺ 4-ാം തീയതി എന്ന് ഏറെക്കുറെ രാഷ്ട്രീയ നിരീക്ഷകരും മീഡിയക്കാരും വ്യത്യസ്തമായിരിക്കുന്ന രാജ്യത്തിലെ സാമൂഹിക നേതൃസ്ഥാനത്തിരിക്കുന്നവരും പ്രഖ്യാപിച്ചിരിക്കുന്ന, അതല്ലെങ്കിൽ അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക ദിവസമായിട്ട് തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിനെ അപേക്ഷിച്ച്, അതായത് കഴിഞ്ഞ 10 വർഷം ഇന്ത്യക്കാർ എന്തൊക്കെയാണോ പ്രയാസങ്ങൾ അനുഭവിച്ചത് അതിനൊക്കെ അതിജീവിക്കാൻ പാകത്തിൽ ഇന്ത്യ മുന്നണി രൂപപ്പെട്ടിരിക്കുന്നു എന്നും അതിനെ മറ്റുള്ള ജനങ്ങൾ വിശ്വാസത്തിലെടുത്തിരിക്കുന്നു എന്നുള്ളതിനെ അടയാളപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന വിജയ മുന്നേറ്റങ്ങൾ. 233 സീറ്റാണ് ഇന്ത്യ മുന്നണിക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ 99 സീറ്റ് കോൺഗ്രസിൻ്റെതാണ്. 99 അല്ല, ശരിക്കും 101 ഉണ്ടാവും. കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിച്ച 2 MP വേറെയുണ്ട്. ചിഹ്നം മാത്രം മാറി എന്നല്ലാതെ കോൺഗ്രസിന്റെ പ്രതിനിധികളായിട്ടാണ് മത്സരിച്ച്. അങ്ങനെ വരുന്ന സമയത്ത് 101 വരെ വരും. പിന്നീട് SP-യുടേത് 37, NCP ശരത് പവാറിൻ്റെത് 8, തൃണമൂൽ 29, DMK 22, ശിവസേന ഉദ്ധവ് താക്കറെയുടെ 9, എല്ലാം കൂടി ചേർന്നിട്ട് 233 സീറ്റാണ്. ഇത് കഴിഞ്ഞ 10 വർഷത്തിനെ അപേക്ഷിച്ച് വലിയ രീതിയിലുള്ള മുന്നേറ്റം എന്ന് പറയാൻ പറ്റും. 2 പ്രാവശ്യവും പ്രതിപക്ഷമില്ലായിരുന്നു. പ്രതിപക്ഷം എന്ന് പറയുന്ന സമയത്ത് വിജയിച്ചതിന്റെ 10% സീറ്റ് വേണം. ആ സമയത്താണ് പ്രതിപക്ഷം ഉണ്ടാവുക. അത് എത്താൻ വേണ്ടി സാധിക്കാത്തത് കൊണ്ട് കഴിഞ്ഞ 10 വർഷമായ രീതിയിൽ ഇന്ത്യയിൽ പ്രതിപക്ഷമില്ലായിരുന്നു, പ്രതിപക്ഷ നേതാവില്ലായിരുന്നു എന്നൊരു പ്രത്യേകതയുണ്ട്. അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഈ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. NDA സംബന്ധിച്ചിടത്തോളം 293 സീറ്റിലാണ് അവർ വിജയിച്ചത്. 241 BJP-യുടേതാണ്, JDU 12, JDP 16. ഇപ്പോൾ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നടക്കുന്ന 2 പാർട്ടിക്കാരാണ്. JDP-യും JDU തമ്മിലുള്ള ഇപ്പോഴത്തെ വിഷയങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. 2019 NDAക്ക് 352 സീറ്റ് ഉണ്ടായിരുന്നു. അതാണ് 293 ചുരുങ്ങിയത്. അപ്പോൾ ഇവിടുത്തെ നിലവിലെ സാഹചര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് രാഷ്ട്രീയം വല്ലാത്ത രീതിയിൽ മാറിയിരിക്കുന്നു. രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യം വലിയൊരു സംവിധാനത്തിലേക്ക് ഇനി മാറണം എന്ന് ചിന്തിക്കുന്ന ബഹുഭൂരിപക്ഷം ജനങ്ങളെ കാണാൻ വേണ്ടി സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം റായ്ബറേലിയിൽ തോറ്റു, എന്നാൽ ഈ പ്രാവശ്യം വിജയിച്ചു. വിജയ പരാജയങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ വോട്ടിംഗ് ശതമാനത്തിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ ജയിക്കുന്നത് 3,90,030 വോട്ടിനാണ്. വയനാട്ടിൽ ജയിക്കുന്നത് 3,64,422 വോട്ടിനല്ല, ഭൂരിപക്ഷത്തിനാണ്. എന്നാൽ നരേന്ദ്രമോദി വാരണാസിയിൽ ഈ പ്രാവശ്യം ജയിച്ചത് 1,52,513 വോട്ടിനാണ്. NDAക്ക് നേതൃത്വം നൽകേണ്ട, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവേണ്ട നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ടിംഗ് ശതമാനത്തിന്റെ ഇടിവ്, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിലെ ഇടിവ് രാഷ്ട്രീയപരമായ രീതിയിൽ വലിയ ചർച്ചയിൽ വന്നതാണ്. 2019 അദ്ദേഹം ജയിക്കുന്നത് 4,79,445 വോട്ടിനാണ്. എന്ന് വെച്ചാൽ 3,26,932 വോട്ടിന്റെ ഇടിവുണ്ടായിരിക്കുന്നു. ജനങ്ങൾ മാറി വോട്ട് ചെയ്തിരിക്കുന്നു എന്ന് സാരം. അപ്പോൾ പ്രധാനമായിരിക്കുന്ന മേഖലയിൽ മുഴുവനും യഥാർത്ഥത്തിൽ BJPക്ക് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായി. 10 ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് വിജയിച്ച സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മാറി. അതിന് താഴെയാണ് BJPക്ക് സ്ഥാനം. അയോധ്യ അടങ്ങുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ BJP തോറ്റു. അവിടെ SP ആണ് ജയിച്ചത്. അങ്ങനെ വലിയ മാറ്റങ്ങൾ ഓരോരോ മേഖലയിലും ഉണ്ടായ ഒരു വലിയ പ്രത്യേകതയുള്ള രാഷ്ട്രീയ സമവാക്യമായിട്ട് യഥാർത്ഥത്തിൽ മാറിയിരിക്കുന്നു. ഇപ്പോൾ ഉള്ള വിഷയം എന്ന് പറഞ്ഞാൽ, മുമ്പ് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്തുണ്ടായിരുന്ന സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരുന്നത്. നിലവിലുണ്ടായിരിക്കുന്നത് ഘടകകക്ഷികൾ വില പേശുന്ന ഒരു പ്രത്യേക സാഹചര്യം. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് തന്നെ മുൻപത്തെ സംബന്ധിച്ചിടത്തോളം 303 സീറ്റ് ഒറ്റക്ക് BJPക്ക് കിട്ടിയതുകൊണ്ട് ഒരു ഘടകകക്ഷിയെയും പ്രത്യേകമായ രീതിയിൽ പരിഗണിക്കേണ്ട കാര്യമല്ല. സത്യപ്രതിജ്ഞയായിട്ട് ബന്ധപ്പെട്ടും ഈ സീറ്റ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടും ഏതൊക്കെ വകുപ്പ് ആർക്കോ കൊടുക്കണം എന്നൊക്കെ BJP തന്നെ, അല്ലെങ്കിൽ BJPയിൽപ്പെട്ട 2-3 ആൾക്കാർ തീരുമാനിക്കുന്നു. അത് മറ്റുള്ളവരെ അറിയിക്കുന്നു, അവരത് അംഗീകരിക്കുന്നു. ആ സ്ഥിതിയിൽ ഒരു ഏകാധിപത്യ സംവിധാനത്തിന്റെ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ പോയിരുന്നത്. ഇത് സ്ഥിതി മാറി. ഇന്ന് ഒറ്റക്ക് ഭരിക്കണമെങ്കിൽ 274 സീറ്റോളം വേണം. അത് BJP കിട്ടിയിട്ടില്ല. BJP കിട്ടി 241. ഘടകകക്ഷികളുടെ പിന്തുണ നിർബന്ധമാണ്.
ഘടകകക്ഷികൾ വില പേശാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ സാഹചര്യമാണ്, അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് JDP ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുമായിട്ട് വില പേശുന്നു. ആഭ്യന്തര മന്ത്രിസ്ഥാനം, പ്രതിരോധ മന്ത്രിസ്ഥാനം, ഉപപ്രധാനമന്ത്രി സ്ഥാനം, സ്പീക്കർ സ്ഥാനം, അങ്ങനെ പോകുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന, രാജ്യം ഭരിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന പങ്ക് വഹിക്കുന്ന വകുപ്പെല്ലാം യഥാർത്ഥത്തിൽ ഘടകകക്ഷികൾ 12 സീറ്റും 16 സീറ്റും നേടിയിരിക്കുന്ന ഘടകകക്ഷികൾ ചോദിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഭരണ സംവിധാനം ലക്ഷ്യത്തിലേക്ക് എത്തും എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഘടകകക്ഷികൾക്ക് പിന്തുണ പിൻവലിക്കാം. പിന്തുണ പിൻവലിച്ചാലോ ഭരണം വീഴും. VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് BJP പിന്തുണ പിൻവലിച്ചുകൊണ്ട് VP സിംഗ് ഗവൺമെന്റ് താഴെ ഇറക്കിയ കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പൊ അങ്ങനത്തെ സ്ഥിതിവിശേഷം ഘടകകക്ഷികളുടെ കയ്യിൽ നിയന്ത്രണങ്ങൾ മുഴുവനും ഉള്ള രീതിയിലേക്ക് ഇപ്പോ BJP എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ മാറ്റങ്ങളും ചെറിയ സാഹചര്യങ്ങളും എല്ലാം മാറിയുന്നത് എന്ന സ്ഥിതികൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഇന്ത്യയുടെ രാഷ്ട്രീയം മൊത്തത്തിൽ മാറിയിരിക്കുന്നു, നിലപാടുകളും സമീപനങ്ങളും മാറിയിരിക്കുന്നു. ഏകാധിപത്യ സംവിധാനത്തിനെതിരെ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. ഇതിന് ഏറ്റവും പ്രധാനമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ചത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇന്ത്യയിൽ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തിയത് കോൺഗ്രസിന്റെ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. ജോഡോ യാത്രയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റി സൃഷ്ടിച്ചത്. ഏകാധിപത്യത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ തങ്ങളുടെ കാര്യങ്ങൾ കേൾക്കാനും പറയാനും സംസാരിക്കാനും ആളുണ്ട് എന്നൊരു ബോധ്യം ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ടായത് രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നടന്നു പോകുന്നു, ജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്നു, ഓരോരോ വ്യത്യസ്തമായിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് അറിയുന്നു, അവിടുത്തെ നിയമപരമായിരിക്കുന്ന, സാമൂഹികപരമായിരിക്കുന്ന, മതപരമായ, രാഷ്ട്രീയപരമായ, സാംസ്കാരികപരമായ, വിദ്യാഭ്യാസമായ സർവ്വ മേഖലയിൽ സ്പർശിച്ചുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ച് നേരിട്ട് സംസാരിക്കാൻ ഒരു ദേശീയ നേതാവ് നടന്നെത്തി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ് യഥാർത്ഥത്തിൽ ഇവിടെ സംജാതമായിരിക്കുന്നത്. അത് വലിയ മുന്നേറ്റമുണ്ടായി. അപ്പോൾ തങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ട് എന്നൊരു ബോധ്യം ജനങ്ങൾക്കുണ്ടായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ നേരിട്ടു. തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള വിട്ടുവീഴ്ച കോൺഗ്രസ് ചെയ്തു. ഏകദേശം 200ഓളം സീറ്റ് സാധാരണ മത്സരിക്കുന്ന സിറ്റിംഗ് സീറ്റിൽ നിന്ന് ഏകദേശം 200ഓളം സീറ്റ് ഘടകകക്ഷികൾക്കോ അതല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് സഹകരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുമായിട്ട് സഹകരിക്കുന്ന പാർട്ടികൾക്കോ വിട്ടുകൊടുത്തുകൊണ്ട് വലിയ ഇളവുകൾ ചെയ്തു. ആ ഇളവ് ചെയ്തത് രാഷ്ട്രീയപരമായിരിക്കുന്ന വലിയ തന്ത്രമാണ് എന്നൊരു കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റി. അതിന്റെ ഫലമാണ് ഇപ്പോൾ കാണുന്നത്. വയനാട് ലോക്സഭയിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അവിടെ മുസ്ലിം ലീഗിന്റെ പതാക വെച്ചുകൊണ്ടുള്ള വലിയ വിഷയങ്ങൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് നടന്ന ഇലക്ഷനിൽ ഉണ്ടായിരുന്നു. അത് ഉത്തർപ്രദേശിന്റെ മേഖലയിലൊക്കെ പാകിസ്ഥാന്റെ പതാകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ കോൺഗ്രസിനെതിരെ ജനരോഷം ഉണ്ടാക്കാൻ വേണ്ടി BJP അവിടെ വലിയ ശ്രമം നടത്തി. അതിലവർ വിജയിക്കുകയും ചെയ്തു. ഈ പ്രാവശ്യം അതിനെന്ത് ചെയ്തു? പതാക തന്നെ പ്രകടനത്തിലും പ്രചരണത്തിലും പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയത് ഉത്തർപ്രദേശിന്റെ മേഖലയിൽ വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിച്ചു. അവിടെ BJPക്ക് പ്രത്യേകപരമായിരിക്കുന്ന റോൾ എടുക്കാൻ വേണ്ടി പറ്റില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടും ഏക സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടും ശ്രീരാമ ജന്മഭൂമിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വോട്ടാക്കി മാറ്റുന്നതിൽ BJPക്ക് പരാജയമുണ്ട്. കാരണം ഇതൊക്കെ ഒരു വിഘടനത്തേക്കോ അതല്ലെങ്കിൽ ജനങ്ങളെ അകറ്റാനോ മാത്രമേ ഉപകരിക്കൂ. സാമൂഹികപരമായിരിക്കുന്ന വിഷയകാര്യങ്ങൾ ഇടപെടാൻ വേണ്ടിയിട്ട് BJPക്ക് കഴിയുകയില്ല എന്നൊരു ബോധ്യം ഉണ്ടായതോടുകൂടിയാണ് ഈ മാറ്റങ്ങളെല്ലാം ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാവുന്നത്. അതോടൊപ്പം തന്നെ പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയെ പിടിച്ചു കാണ്ടി ജയിലിടുന്നു. അത് കൃത്യമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും ബോധ്യമായിട്ടില്ല. അങ്ങനെ എതിർക്കുന്നവരെ രാജ്യത്തുള്ള അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ടോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ടോ അറസ്റ്റ് ചെയ്യുകയോ ജയിലടക്കുന്ന രീതി സമ്പ്രദായങ്ങളൊക്കെ ഈ അടുത്ത കാലത്തൊന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇല്ലാത്തതാണ്. അതുണ്ടായതെല്ലാം ജനങ്ങളുടെ രോഷം വിളിച്ചു വരുത്തുന്നതിന് തുല്യമായ രീതിയിൽ തന്നെ മാറി. നമ്മൾ അങ്ങനെ പോന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത് കേരളത്തിലുള്ള ചെറിയ പരാജയങ്ങളും ചെറിയ വിജയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ 20 ലോക്സഭാ മണ്ഡലത്തിൽ 18 എണ്ണത്തിൽ UDF ജയിച്ചു, ഒന്നിൽ BJP ജയിച്ചു, ഒന്നിൽ ഇടതുപക്ഷം ജയിച്ചു, അല്ലെങ്കിൽ CPM ജയിച്ചു എന്ന് പറയാം. അപ്പോൾ ഇവിടെ വിഷയം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും വലിയ മഹാഭൂരിപക്ഷത്തിനാണ് UDFന്റെ പരമാവധി സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചു കയറിയത് എന്നൊരു പ്രത്യേകതയുണ്ട്. 3 ലക്ഷവും 2 ലക്ഷവും 3.5 ലക്ഷവും 2.5 ലക്ഷവുമായിട്ട് ഇപ്പോൾ വയനാട്, മലപ്പുറം, പൊന്നാനി, എറണാകുളം, കോഴിക്കോട് ഇതൊക്കെ എണ്ണുന്ന സമയത്ത് ഇതുവരെ കാണാത്തതിൽ വെച്ച് വലിയ മഹാഭൂരിപക്ഷമാണ്. കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ ഗാന്ധിയുടെ തരംഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. 75,000 85,000 ഇടയിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം കണക്കാക്കുന്നത് ഉണ്ടായത്. അപ്പോൾ നേരെ മറിച്ച് ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു പ്രത്യേകമായിരിക്കുന്ന
ഒരു തരംഗ കാര്യങ്ങൾ ഇല്ലാതെ 1,45,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇവിടെ കോഴിക്കോട് MK രാഘവൻ ജയിച്ചു എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നടന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പൊന്നാനി എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് 1 ലക്ഷത്തിൽ ചില്ലാനും വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്. ഇപ്പോൾ 2 ലക്ഷത്തിന്റെ മേലെ 3 ലക്ഷത്തോട് അടുത്ത് കഴിഞ്ഞിട്ട് അവിടെ കയറിയിരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ LDFന്റെ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് വിശ്വസിക്കുകയും അത് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതൊന്നും എവിടെ ഏശിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. 5 മുതൽ 7 വരെ സീറ്റ് LDFന് കേരളത്തിൽ പ്രവചിച്ചവരാണ് പരമാവധി എക്സിറ്റ് പോളൊക്കെ. 5 മുതൽ 7 വരെ സീറ്റ് കിട്ടും. ഏകദേശം കിട്ടുന്ന സീറ്റിന് എണ്ണം പോലും പറഞ്ഞു. എന്നാൽ ഇപ്പോൾ എത്തി നോക്കുന്ന സമയത്ത് ഒരു സീറ്റ് തന്നെ പരമാവധി കഷ്ടിച്ച് അങ്ങോട്ട് കയറിയതാണ്. ബാക്കി എല്ലായിടത്തും എന്നുണ്ടായി 18 എണ്ണത്തിലും UDF ആണ് ജയിച്ചത് മഹാഭൂരിപക്ഷത്തിൽ. അപ്പോൾ അപ്രതീക്ഷിതമായിരിക്കുന്ന ഭൂരിപക്ഷവും അപ്രതീക്ഷിതമായിരിക്കുന്ന അംഗീകാരവും UDFന് കിട്ടിയത് എന്താണ് എന്നുള്ളതും മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇത്രയും വോട്ടുകളൊക്കെ ചോർന്നു പോയത് എങ്ങനെ എന്നുള്ളതും തീർച്ചയായിട്ടും നമുക്ക് പരിശോധിക്കേണ്ടതാണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് BJPയുടെ പ്രചരണം ഉത്തർപ്രദേശിനേക്കാണ് ഏറെ ഫലം കൊണ്ടത് കേരളത്തിലാണ്. പൗരത്വ ബില്ലും ഏക സിവിൽ കോഡും അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആദ്യം തലപൊക്കാറുള്ളത് കേരളത്തിലാണ് എന്നൊരു പ്രത്യേകത ഉണ്ട്. ഇബ്രാഹിം സുലൈമാൻ സേട്ടു വിമർശനത്തിന് വിധേയമായിരിക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം ബാബരി മസ്ജിദുമായി അയോധ്യയുമായിട്ട് ബന്ധപ്പെട്ട രാമജന്മഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട തർക്കത്തോടനുബന്ധിച്ചാണ്. അപ്പം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം പ്രാദേശിക തലത്തിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിനെ മാത്രം ബാധിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്ന ആ വിഷയത്തെ ദേശീയപരമായ രീതിയിൽ വലിയ ചർച്ചാ രീതിയിലേക്ക് എത്തിച്ച് സുലൈമാൻ സേട്ടു ആണ് എന്നൊരു വിമർശനം അന്ന് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അതോടനുബന്ധിച്ച് വലിയ പ്രതിസന്ധിയും വലിയ വിഷയങ്ങളും അത് തകർച്ചയും നമ്മൾ ആ വിഷയ കാര്യങ്ങളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ആ പള്ളി പൊളിച്ച BJPക്കോ അതുമായി ബന്ധപ്പെട്ട് ഭരണത്തിലുണ്ടായിരിക്കുന്ന കോൺഗ്രസിനോ വിഷയം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ വിഷയത്തെ ഏറ്റവും പർവ്വതീകരിച്ചുകൊണ്ട് പറഞ്ഞ മുസ്ലിം ലീഗാണ് അന്ന് പിളർന്ന് 2 വിഭാഗമായി തീർന്ന കാര്യങ്ങളൊക്കെ അറിയാം. രാഷ്ട്രീയത്തിന് സ്ഥിതി കാര്യങ്ങളൊക്കെ പോയത് അങ്ങനെയാണ്. ആ ഒരു സാഹചര്യത്തിൽ നിന്നാണ് പിന്നീട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി. ഇവിടെ BJP വളരാത്ത രീതിയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ചേർന്ന് നിന്ന പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. അത് രാഷ്ട്രീയത്തിനപ്പുറമുള്ള ചിന്താധാരയാണ്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം വരുന്ന സമയത്ത് ഒരു 10 വർഷം ഇന്ത്യയിൽ BJP ഭരിച്ചപ്പോൾ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭയപ്പാടുണ്ടായി എന്നുള്ളത് കൃത്യമാണ്. പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം, അത് ഭാവിയിൽ വരാൻ പോകുന്ന വലിയ ഭവിഷ്യത്തുകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, ഏകോപനവും ഐക്യവും ഇല്ലാത്ത കേരളത്തിന് പുറത്തുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതോടനുബന്ധിച്ച് തന്നെ ഏറ്റവും കൂടുതൽ മതസ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ ഭാവി എന്താവും എന്നൊരു ഭയപ്പാടുണ്ട്. അപ്പൊ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ആണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷമായ രീതിയിൽ ഇവിടെ പരിശോധിച്ചു വന്നത്. അതാണ് വോട്ടായി മാറിയത്. അതിൽ മുത്തലാഖുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, മുത്തലാഖ് ചെല്ലുന്ന ആളുകളെ ക്രിമിനൽ കേസിൽ കുടുക്കിയിട്ട് ജയിലിൽ അടക്കുക എന്ന് പറയുന്നത്, മുത്തലാഖ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടത് ക്രിമിനൽ നിയമമല്ല, സിവിൽ നിയമമാണ്. ആ സിവിൽ നിയമത്തിലേക്ക് ക്രിമിനൽ കടത്തി കൂട്ടി എന്നുള്ളതാണ് വിമർശനം അന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മുത്തലാഖ് ചൊല്ലിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളെ പിടിച്ച് ജയിലിടുന്നു. ജയിലിലുള്ള അയാൾ ഒഴിവാക്കപ്പെട്ട സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണം എന്ന് പോലും അതിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ യുക്തിപരമായ രീതിയിൽ കൊള്ളാത്ത രീതിയിലുള്ള പല നിലപാടുകളാണ്. കാശ്മീരിൽ 370-ാം വകുപ്പ് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏക സിവിൽ കോഡ് നടപ്പിലാക്കുമെന്ന് പറഞ്ഞത്, പൗരത്വ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടത്, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് എടുത്തു കളയുമെന്ന് പറഞ്ഞത്, അങ്ങനെ പോകുന്നു. അപ്പോൾ ഒരു ഭയപ്പാട് ഇവിടെ ഉണ്ട്. ഇതെങ്ങനെ വോട്ടാക്കി മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഈ ന്യൂനപക്ഷങ്ങളെയാണ് ഏറ്റവും കൂടുതൽ, ന്യൂനപക്ഷ മുസ്ലിം വിഭാഗത്തെയാണ് ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കും എന്നതിനാൽ പരമാവധി ന്യൂനപക്ഷ വിഭാഗങ്ങൾ UDFനോടൊപ്പം കേരളത്തിലെ സ്ഥിതി പറയുന്ന സമയത്ത് ഈ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്ന് വോട്ട് ചെയ്തു എന്നുള്ളത്. ആരൊക്കെ വോട്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ വലിയ ആശയ പ്രശ്നമുണ്ടായിട്ട് ഇപ്പോൾ വർഷങ്ങളായി. 2ാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതോടുകൂടി ഈ വിഷയങ്ങൾ തലപൊക്കിയിട്ടുണ്ട്. സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിം രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തതാണ്.
ഈ സമസ്തയെ സംബന്ധിച്ചിടത്തോളം സമസ്ത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ തണലിൽ തന്നെ രാഷ്ട്രീയപരമായ രീതിയിൽ മുസ്ലിം ലീഗിന്റെ തണലിലാണ് സമസ്ത എല്ലാ കാലത്തും വളർന്നത്. മുസ്ലിം ലീഗിന്റെ നേതാക്കളും സമസ്തയുടെ സംസ്ഥാന നേതാക്കളും ഒക്കെ പല രീതിയിൽ ലിങ്ക് ചേർത്ത് ഒന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പല ഘട്ടങ്ങളിലും സമസ്തയുടെ വൈസ് പ്രസിഡന്റോ ഔദ്യോഗിക സ്ഥാനത്തോ ഇരിക്കുന്ന സ്ഥിതിവിശേഷം കാണാൻ വേണ്ടി പറ്റും. രണ്ടും ലിങ്ക് ചേർന്നിട്ടാണ് പ്രവർത്തിക്കുന്നത്. മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റ് ആയതോടുകൂടി ആ രീതിക്കൊക്കെ മാറ്റം വന്നു. ഏകദേശം കാന്തപുരം വിഭാഗത്തിന്റെ സുന്നികളുടെ നിലപാടിലേക്ക് കാര്യങ്ങൾ പോയി. ഇത് വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളുടെ പ്രയാസങ്ങളാണ് യഥാർത്ഥത്തിൽ പിന്നീട് മുസ്ലിം ലീഗും ഈ സമസ്തയുമായിട്ട് പരസ്യമായ രീതിയിൽ പോർ വിളിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ അവരുടെ വോട്ടിംഗ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ സുന്നി വിഭാഗം എന്ന് പറയുന്നത് സമസ്ത സുന്നിയാണ്. അതായത് ഈ വിഭാഗം സുന്നികളാണ്. അവരുടെ വോട്ടിംഗ് ബാങ്ക് വലിയ സംവിധാനമുള്ള വോട്ടിംഗ് ആണ്. ആ വോട്ട് തിരിഞ്ഞടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുണ്ടാവും. അത് പല നിയോജക മണ്ഡലത്തിലും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനോ വിജയിപ്പിക്കാനോ അത് സാധ്യമാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അവിടെ വിഷയം വരുന്നത് നല്ലൊരു ശതമാനം വിഭാഗ സുന്നികളും ലീഗിന്റെ പ്രവർത്തകരാണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ലീഗിന്റെ അനുഭാവികളാണ്. അതുകൊണ്ട് ഒരു വോട്ടിംഗ് പാറ്റേൺ ആയിട്ട്, വോട്ടിംഗ് രൂപമായിട്ട് ഒരിക്കലും സുന്നിയുടെ വോട്ടിനെ എടുക്കാൻ വേണ്ടി സാധിക്കയില്ല എന്നുള്ളത് കൃത്യമാണ്. നമ്മൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് 1-2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വളരെ കൃത്യമായിരുന്നു, വളരെ വ്യക്തമായിരുന്നു. അങ്ങനെ തന്നെയാണ് സംഭവിക്കുകയും ചെയ്തത്. ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ വിഭാഗം സുന്നികൾ വോട്ടിംഗ് ബാങ്കേ അല്ല, വോട്ടിംഗിൽ ഒരു നിർണായകമായിരിക്കുന്ന ഒരു തീരുമാനം എടുക്കാൻ അവർക്ക് സാധിക്കുകയില്ല എന്നുള്ളത് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. അതതിൻ്റെ യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ വലിയ ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ടാണ് കോഴിക്കോട് കടപ്പുറത്ത് വലിയൊരു പരിപാടി സമസ്ത നടത്തിയത്. അത് വഖഫ് ബോർഡിന്റെ നിയമനവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയം ഉണ്ടായിരുന്ന സമയത്താണ് അങ്ങനെ ഒരു പരിപാടി നടത്തിയത്. അങ്ങനെ വലിയ ജനാവിലെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷെ അതൊന്നും വോട്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പരസ്യമായിരിക്കുന്ന ഏറ്റുമുട്ടലിലെ സമസ്തയുടെ നേതാക്കളും ലീഗിന്റെ നേതാക്കളും ഇപ്പോഴും നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും വോട്ടാവില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ കൃത്യമാണ്. അപ്പോൾ ഇവിടെ വിഭാഗ സുന്നികളിൽ ഏകദേശം ഒരു 90-95% വോട്ടുകളും കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥികൾ കിട്ടി എന്നുള്ളത് കൃത്യമാണ്. ഇനി നമ്മൾ കാന്തപുരം സുന്നി വിഭാഗത്തെ വോട്ടിന്റെ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അതും ഇങ്ങനെ തന്നെയാണ്. സാധാരണഗതിയിൽ LDFനോട് അനുഭാവമുള്ളവരാണ് കാന്തപുരം സുന്നി വിഭാഗം. അതൊരു നിലനിൽപ്പിന്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും അവരുടെ സാംസ്കാരിക വിദ്യാഭ്യാസപരമായിരിക്കുന്ന മുന്നേറ്റത്തിന് അത് അനിവാര്യമാണ് എന്ന് അവർക്ക് തോന്നിയതുകൊണ്ടും പല ഘട്ടങ്ങളിലും പരസ്യമായിട്ട് തന്നെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുക, അവരോടൊപ്പം പ്രചരണം നടത്താൻ പോകുന്ന രീതികൾ, അവരുടെ പോസ്റ്റർ ഒട്ടിക്കുന്ന രീതികളൊക്കെ നമ്മൾ പല ഘട്ടത്തിലും കാണാറുണ്ട്. അപ്പോൾ കൂട്ടുന്ന സമയത്ത് ഒരു ഘടകകക്ഷി എന്ന നിലക്ക് തന്നെ യഥാർത്ഥത്തിൽ വിഭാഗ സുന്നികളെ മാർക്സിസ്റ്റ് പാർട്ടി കാണാറുണ്ട്, അല്ലെങ്കിൽ ഇടതുപക്ഷം കാണാറുണ്ട്. എന്നാൽ ഈ പ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ അങ്ങനെ തന്നെ മാറ്റി വോട്ട് ചെയ്തു, അല്ലെങ്കിൽ മാറി ചിന്തിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ നിർദ്ദേശപ്രകാരമായിരിക്കാം. എന്ന് വെച്ചാൽ 75 മുതൽ 85-90% വിഭാഗം സുന്നികളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് നിന്നുകൊണ്ട് വോട്ട് ചെയ്തു എന്നുള്ളത് കൃത്യമാണ്. അതൊരു പക്ഷേ നിലനിൽപ്പിന്റെ ഒരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ BJP വീണ്ടും അധികാരത്തിൽ വന്നാലുള്ള അതിന്റെ പ്രയാസവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. മാർക്സിസ്റ്റ് പാർട്ടി ജയിച്ചാലും കേന്ദ്രത്തിൽ പ്രത്യേകപരമായിരിക്കുന്ന റോളൊന്നും അവർക്കില്ല, കോൺഗ്രസ് തന്നെ ജയിക്കണം, അത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു വോട്ട് ചെയ്ത്. പിന്നെ അതോടനുബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഈ കോൺഗ്രസിന്റെ അനുഭാവം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് തന്നെയാണ് വന്നത്. SDPI PDPയും അങ്ങനെ തന്നെ. SDPI പ്രഖ്യാപിച്ചത് ഞങ്ങൾക്ക് വോട്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അങ്ങനെ തന്നെ ആ വിവാദങ്ങൾ അവസാനിച്ചു എന്നല്ലാതെ അവരുടെ വോട്ടുകൾ ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്തു. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അനുഭാവമുള്ള എല്ലാവരും കോൺഗ്രസിന് വോട്ട് ചെയ്തു. മാത്രവുമല്ല അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിരം വോട്ടർമാരായിരിക്കുന്ന ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന മുസ്ലിം വിഭാഗം യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വോട്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ കൃത്യത. അതല്ലാത്ത രീതിയിൽ ഒരിക്കലും ഇത്രയും വലിയൊരു ഭൂരിപക്ഷം ഉണ്ടാവുകയില്ല. അപ്പോൾ ഇവിടെ വോട്ടിംഗ് കിട്ടിയത് നമ്മൾ കൂട്ടുന്ന സമയത്ത് വിഭാഗത്തിൻ്റെത്, AP വിഭാഗത്തിൻ്റെത്, ജമാഅത്തെ ഇസ്ലാമിയുടേത്, PDPയുടേത്, SDPയുടേത്, അതിന് പുറമെയായി മാർക്സിസ്റ്റ് പാർട്ടിയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടേത്. ഇതെല്ലാ വോട്ടുകളും ഏകോപിപ്പിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. കാരണം കോൺഗ്രസിന് അത്ര വലിയ മുന്നേറ്റമില്ലാത്ത അല്ലെങ്കിൽ UDF സംവിധാനത്തിൽ അത്ര വലിയ മുന്നേറ്റമില്ലാത്ത മേഖലയിൽ പോലും
അവർ പ്രതീക്ഷിച്ച, അതായത് UDF സംവിധാനം പ്രതീക്ഷിച്ച വോട്ടിനേക്കാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷത്തേക്കാണ് 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെ കിട്ടിയ ഒരുപാട് മണ്ഡലങ്ങൾ കേരളത്തിൽ എണ്ണാനുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും. കണക്ക് കൂട്ടിയാൽ എടുത്തില്ല. ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ സ്വാഭാവികമായി ബൂത്ത് അടിസ്ഥാനത്തിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലൊക്കെ, അതല്ലെങ്കിൽ അതിന്റെ ബ്ലോക്ക് അടിസ്ഥാനത്തിലൊക്കെ ഓരോരോ ബൂത്തിൽ നിന്ന് കിട്ടുന്ന വോട്ടിന്റെ, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ള വോട്ട്, കിട്ടാത്ത വോട്ട്, എതിർ പാർട്ടിയുടെ വോട്ട്, അങ്ങനെ ഓരോന്നും ലിസ്റ്റാക്കി പാർട്ടികളുടെ നേതൃത്വത്തെ ഏൽപ്പിക്കുക എന്നുള്ളത് രാഷ്ട്രീയപരമായ രീതിയിൽ സാധാരണ ചെയ്യാറുള്ളതാണ്. അങ്ങനെ ഓരോരോ പാർട്ടിക്കാരും എന്ത് ചെയ്യുന്നുണ്ട്? മാർക്സിസ്റ്റ് പാർട്ടി അവരുടേതും, കോൺഗ്രസ് അവരുടേതും, മുസ്ലിം ലീഗ് അവരുടേതും, അല്ലെങ്കിൽ UDF സംവിധാനമാണെങ്കിൽ, LDF സംവിധാനമാണെങ്കിൽ ആ രൂപം ഉണ്ടാക്കിയിട്ട് അവരെ അവർ പരിശോധിച്ചിട്ട് ഏകദേശം ഒരു 40,000 അല്ല 50,000 60,000 എന്ന് ഭൂരിപക്ഷമൊക്കെ ഏകദേശം കാണാൻ പറ്റും. കോഴിക്കോടെ സംബന്ധിച്ചിടത്തോളം 50,000-നും 75,000-ന്റെയും ഭൂരിപക്ഷമാണ് UDF കണക്കാക്കുന്നത് ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന MK രാഘവൻ ഉണ്ടാവുന്നത്. എന്നാൽ കിട്ടിയ വോട്ട് എത്രയാണ്? 1,45,000 ഭൂരിപക്ഷം. ആ ലീഡ് ഒരിക്കലും കാണാത്തതാണ്. എന്ന് വെച്ചാൽ 1,00,000-ഓളം വോട്ട്, അല്ലെങ്കിൽ 75,000-ന്റെ മേലെ വോട്ട് ഏകദേശം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പൊന്നാനിയിലും സമാനമായിരിക്കുന്ന സംഭവമാണ്. പൊന്നാനിയിലെ കണക്ക് എന്ന് പറഞ്ഞാൽ 1,25,000 വോട്ടിനെങ്കിലും അവിടെ സമദാനി ജയിക്കും എന്നുള്ളതാണ് UDFന്റെ കണക്ക്. 1,00,000 എന്ന് പറഞ്ഞാൽ 90,000 മുതൽ 1.25 ഇടയിൽ. എത്ര ഭൂരിപക്ഷമാണ് കിട്ടിയത്? നമുക്കത് അറിയാവുന്നതാണ്. സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് മലപ്പുറത്ത് 3 ലക്ഷത്തിന്റെ മേലെ കയറി ഏകദേശം ഒരു 2.5 ലക്ഷം, 2ന്റെ അനുബന്ധിച്ച്, അല്ലെ 2.25, അല്ലെ 1.25, ഇതൊക്കെയാണ് ഏകദേശം കണക്ക്. കാരണം തരംഗങ്ങളില്ല. പക്ഷെ അവിടെ ഒക്കെ മാറി മറിഞ്ഞിട്ടാണ് വോട്ടുണ്ടായത് എന്നുള്ള പ്രത്യേകത. വടകരയിൽ എന്ന് പറഞ്ഞാൽ ഷാഫി തോൽക്കുമെന്ന അഭിപ്രായമുള്ളവർ പോലും യഥാർത്ഥത്തിൽ ആ സമയത്ത് ചിലരെങ്കിലും UDF തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേതൃസ്ഥാനത്തുള്ള അല്ല അനുഭാവികൾ വിജയിക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെ ഒരു സാധ്യത കാണുന്നില്ല എന്ന തരത്തിൽ. അങ്ങനെയാണെങ്കിൽ UDF സംവിധാനം ഏകദേശം ഒരു 30,000-ന്റെ മേലെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് കണക്കുകൂട്ടി. 30,000 മുതൽ 50,000 വരെ ആവാം എന്നാണ് കണക്ക്. LDFന്റെ കണക്ക് പ്രകാരം 50,000 ഭൂരിപക്ഷത്തിന്റെ മേലെ LDF സ്ഥാനാർത്ഥി അവിടെ ജയിക്കുമെന്നുള്ളതാണ്. ടീച്ചർ ജയിക്കുമെന്നുള്ളതാണ് അവരെ കണക്ക്. ഇപ്പോൾ വന്നു നോക്കുന്ന സമയത്ത് 1,00,000-ന്റെ മേലെ വോട്ടായി. ഈ 1,00,000-ന്റെ മേലെ വോട്ട് UDF പോലും കണക്കാക്കാത്തതാണ്. അപ്പോൾ ഈ ഭൂരിപക്ഷം അവിടെ വന്നത് നമ്മൾ മേലെ പറഞ്ഞ സ്ഥിതിവിശേഷം എല്ലാം കൂടി ഏകോപിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ പോയി എവിടെ എത്തുന്നു? നമ്മൾ തൃശ്ശൂരിലെത്തുന്നു. തൃശ്ശൂരിന്റെ അവസ്ഥ എന്താ നമ്മൾ പരിശോധിക്കേണ്ടത്? തൃശ്ശൂരിന്റെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി 75,000 വോട്ടിന്റെ ഭൂരിപക്ഷം, 75,000-ന്റെ മേലെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 1,00,000-നോട് അടുത്താണ് ജയിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ജയം ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ഇവിടെ ഒരിക്കലും ഈ തരംഗങ്ങൾ, ഈ 19 ലോക്സഭയിൽ അല്ലെങ്കിൽ 20 ലോക്സഭയിൽ ആഞ്ഞടിച്ചിരിക്കുന്ന ഈ തരംഗം എന്തുകൊണ്ട് തൃശ്ശൂരിൽ ഏശിയിട്ടില്ല എന്നുള്ളതും പരിശോധിക്കണം. അവിടെ വോട്ടിംഗ് പാറ്റേൺ നോക്കുന്ന സമയത്ത് നല്ലൊരു വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തിന് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കോൺഗ്രസിൽ ഇടിവ് കാണുന്നുണ്ട്. കോൺഗ്രസ് കിട്ടേണ്ട 75,000-ന്റെ വോട്ട്, അങ്ങനെ വലിയൊരു മാർജിൽ അവിടെ വോട്ടിന്റെ കുറവ് കോൺഗ്രസിന്റെ വോട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ കോൺഗ്രസിന്റെ വോട്ടോ ന്യൂനപക്ഷ വോട്ടോ അവിടെ ചോർന്നിട്ടുണ്ട് അവിടെ ക്രിസ്തീയ വോട്ടുകൾ. ക്രിസ്തീയ വോട്ടിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷവും പ്രവർത്തിച്ചത്. അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി UDF സംവിധാനത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. കോൺഗ്രസിനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ, ഘടകകക്ഷികളെ കുറ്റം പറഞ്ഞതുകൊണ്ടോ, ന്യൂനപക്ഷത്തെ കുറ്റം പറഞ്ഞതുകൊണ്ടോ ഒരു കാര്യമില്ല. അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ കൃത്യവും തന്ത്രപരമായ രീതിയിൽ കഴിഞ്ഞ 5 വർഷം തൃശ്ശൂരിൽ അടഞ്ഞു കൂടിക്കൊണ്ട് സുരേഷ് ഗോപി ക്രിസ്ത്യാനികളുടെ മേഖലയുമായിട്ട് വല്ലാത്ത രീതിയിൽ സഹകരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. അത് വോട്ടാക്കാൻ വേണ്ടി സാധിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്ന സമയത്ത് ഹിന്ദു വോട്ടും ക്രിസ്ത്യാനി വോട്ടും ഏകോപിച്ചു എന്നുള്ളതാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം നടന്നിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന സത്യം. ആ ഒരു ഏകോപനം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അതിൽ സുരേഷ് ഗോപി വിജയിച്ചു. യഥാർത്ഥത്തിൽ അവിടെ BJP ആണോ? BJP അവിടെ വിജയിച്ചിട്ടില്ല. BJP അവിടെ ഏത് മണ്ഡലത്തിലാണ് വിജയിച്ചത്? സംസ്ഥാന പ്രസിഡന്റ് മത്സരിച്ചു, അഖിലേന്ത്യാ സഹമന്ത്രി മത്സരിച്ചു, അഖിലേന്ത്യാ മന്ത്രി മത്സരിച്ചു. ഇവരൊക്കെ മത്സരിച്ച് തോറ്റുപോയല്ലോ. അവരൊക്കെ അല്ലേ വിജയിക്കേണ്ടത്? അവിടെ യഥാർത്ഥത്തിൽ വിജയിച്ചത് സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ്. BJP അല്ല വിജയിച്ചത്. BJP കേരളത്തിൽ എവിടെയും വിജയിച്ചിട്ടില്ല. സുരേഷ് ഗോപിക്ക് പകരം വേറെ സ്ഥാനാർത്ഥി വരട്ടെ, പരാജയപ്പെടും. അപ്പോൾ ഒരു വ്യക്തി പ്രഭാവം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രഭാവം ഉണ്ടാക്കാൻ വേണ്ടി വലിയ കഠിനാധ്വാനം 1-2 ദിവസം കൊണ്ടോ 1-2 വർഷം കൊണ്ടോ അല്ല. തോറ്റ എല്ലാ സമയത്ത് ആദ്യത്തെ ലോക്സഭയിൽ പരാജയപ്പെട്ടു, രണ്ടാമത് നിയമസഭയിൽ മത്സരിച്ചു, അവിടെ പരാജയപ്പെട്ടു. 3ാമത്തെ വിജയത്തിന് വേണ്ടി അദ്ദേഹം അവിടെ തന്നെ പ്രവർത്തിച്ചു എന്നുള്ളതും ഈ പ്രവർത്തനത്തിന്റെ രഹസ്യമായിരിക്കുന്ന തന്ത്രങ്ങൾ UDF സംവിധാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി എന്നുള്ളതാണ് എൻ്റെ സത്യം. അതോടൊപ്പം തന്നെ
മറ്റുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് ബൂത്ത് അടിസ്ഥാനത്തിൽ വോട്ട് ചേർത്താൻ വേണ്ടി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJP വലിയ ശ്രമങ്ങൾ നടത്തി. അത് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിലാണ്. ഓരോരോ ബൂത്തും ഓരോരോ വീടും കൃത്യമായ രീതിയിൽ പരിശോധിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ വോട്ട് ചേർത്തത്. 75,000 മുതൽ 1,00,000 ഉള്ള വോട്ട് അവിടെ ചേർന്നിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ കണക്ക്. 60 മുതൽ 1,00,000 വരെ അങ്ങനെയും പറയുന്നുണ്ട്, രണ്ട് കണക്ക് പറയുന്നുണ്ട്. 75 മുതൽ 1,00,000 1.10 വന്നിട്ടുണ്ട് എന്നുള്ളതും 60,000 മുതൽ ഏകദേശം 95,000 വോട്ട് വന്നിട്ടുണ്ട് എന്നുള്ള കണക്കും പറയുന്നുണ്ട്. ചേർത്തപ്പെട്ട വോട്ടുകൾ മുഴുവനും സുരേഷ് ഗോപിക്ക് അനുകൂലമായ രീതിയിലാക്കാൻ വലിയ ശ്രമം നടത്തി. BJP അല്ല അവിടെ പേര് പറയുന്നത്. നിങ്ങൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുക. BJP അവിടെ ബേക്കിലെ അഡ്രസ്സി ആയിട്ട് നിലനിർത്തിയിട്ട് പ്രവർത്തന മേഖലയും വ്യക്തിപ്രഭാവവും സുരേഷ് ഗോപിനെ കാണിച്ചുകൊണ്ടാണ്. സിനിമാ നടനാണ്, അറിയപ്പെട്ട വ്യക്തിയാണ്, രംഗത്തുണ്ട്, സജീവമായിട്ടുണ്ട്, ഒരു മതത്തിനെയും എണക്കാത്തെയും പടക്കാത്തെയും രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നു. ഇടയ്ക്കിടയ്ക്കൊക്കെ മുസ്ലിം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നുകൊണ്ട് അവരുമായിട്ട് സഹകരിക്കുന്നു. ചില ഭാഗത്തൊക്കെ ഞങ്ങൾ ഇതാ ഇറച്ചിയും പൊറാട്ടി തിന്നുന്ന വ്യക്തിയാണ് എന്ന് അയാൾ പറയുന്നു. ചില മേഖലയിൽ ഇറച്ചി ഞങ്ങൾ കഴിക്കാറില്ല എന്ന് പറയുന്നു. അവസരത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നിലപാടിലൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി അവിടെ വലിയ തന്ത്രങ്ങൾ മെനഞ്ഞത് എന്നുള്ളത് കൃത്യമാണ്. അവിടെ വോട്ട് ചോർന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ അകത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തുമുള്ള ക്രിസ്തീയ വിശ്വാസികളുടെ വോട്ട്, അതേപോലെ തന്നെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്ന ക്രിസ്ത്യാനിയുടെ വോട്ട്, അത് അങ്ങനെ തന്നെ 100% ചോർന്നു എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടേതുണ്ട്, കോൺഗ്രസിൻ്റെത് വലിയതായിട്ടുണ്ട്. അതെല്ലാം ഈ വോട്ടാണ്. ഈ വോട്ട് ശേഖരിക്കാൻ വേണ്ടി ഇപ്പോൾ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ 3-ാം സ്ഥാനത്താണ്. മുരളീധരൻ അല്ലാത്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വോട്ടിന്റെ പകുതി പോലും യഥാർത്ഥത്തിൽ കിട്ടില്ലായിരുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ തൃശ്ശൂരിന്റെ പ്രത്യേകപരമായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത്രയെങ്കിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റിയത് മുരളീധരൻ അവിടെ ഉള്ളത് കൊണ്ടാണ്. കോൺഗ്രസിന്റെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭാവികൾ ചേർന്ന് നിന്നതും അദ്ദേഹം ഉള്ളത് കൊണ്ടാണ്. സംഭവം 3-ാം സ്ഥാനത്തേക്ക് എത്തിപ്പോയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം. അപ്പോൾ ഇപ്പോഴത്തെ മുരളീധരന്റെ രാഷ്ട്രീയം കൂടി നമുക്ക് പറഞ്ഞിട്ട് നമ്മുടെ വൈനപ്പ് ചെയ്യാം. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്നു, പ്രവർത്തന രേഖയിൽ ഞങ്ങൾ മാറി നിൽക്കുകയാണ് എന്നുള്ളൊരു മാനസികപരമായിരിക്കുന്ന ഒരു പ്രയാസം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ എത്തിയത്. ഇവിടെ AK ആന്റണിയുടെ മകൻ മത്സരിച്ചു, അനിൽ ആന്റണി. ഇവിടെ വലിയ രീതിയിൽ പരാജയപ്പെട്ടു, ചെറിയ രീതിയിലുള്ള വലിയ രീതിയിൽ പരാജയപ്പെട്ടു. അവർ വിജയപ്രതീക്ഷ ഉള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് അനിൽ ആന്റണിയെ കണ്ടത്. പത്തനംതിട്ട അങ്ങ് ഇടുന്ന സമയത്ത്